Good morning, students. Today we are going to discuss the chapter when a sapling is planted. Okay, when a sapling is planted is a speech. It is a Nobel Prize acceptance speech. Nobel Prize receive ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന ഒരു സ്പീച്ചാണ് when a sapling is planted. The speech is delivered by Wangari Maathai. She is a very famous environmentalist and political activist. Okay. Basically, Wangari Maathai is from South Africa, Kenya to be very specific. Rural Kenya, അതായത് റൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്രദേശം, റൂറൽ urban എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ this is a speech by Wangari Maathai. She is basically, or she is mainly awarded the Nobel Prize for her movement, for her famous movement, Green Belt movement. Okay, all right. Green Belt movement, in the movement, it is mainly for, it aims for environment conservation. നമുക്കറിയാം നമ്മളുടെ എൻവയറമെൻറ്റ് ഡാമേജ്ഡ് ആണ്. എൻവയറമെൻറ്റ് ഡാമേജ്, എൻവയറമെൻറ്റ് ഡീഗ്രഡേഷൻ, ഈ വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. So, in order to protect our environment, she has started the Green Belt movement. Green Belt movement primarily is for environment conservation, but it also has contributed towards sustainable development, democracy, peace, conflict resolution, etc. ഇനി ഈ കോൺഫ്ലിക്റ്റും ഡിസ്പ്യൂട്ടും ഡെമോക്രസിയും പീസും ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, we all know that environment degradation or environment mismanagement of environment, it causes destruction of ecosystem. It destroys our ecosystem നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻ ലോവർ ക്ലാസ്സസ്, ബയോളജിയിലും സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ബയോളജിയും സയൻസ് അല്ല പഠിക്കുന്നത്, കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ it consists of the physical environment and also the living organisms. അതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റമിൽ to give an example, to cite an instance of an ecosystem, ഫോറസ്റ്റ് ഒരു എക്കോസിസ്റ്റമാണ്, അതേപോലെ ഡെസേർട്ട് ഒരു എക്കോസിസ്റ്റമാണ്, ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ബോഡീസൊക്കെ, ബീറ്റ് പോൺസ്, റിവേഴ്സ്, ഓഷ്യൻസ്, സീ, ഇതൊക്കെ എക്കോസിസ്റ്റമാണ്. ഓരോ എക്കോസിസ്റ്റമിനും അതിൻ്റേതായ ഓർഗാനിസംസ് ഉണ്ടാവും, സ്പീഷീസും ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ദിസ് മേക്സ് ദാറ്റ് എക്കോസിസ്റ്റം ഹെൽത്തി ആൻഡ് കംപ്ലീറ്റ്. ഓക്കെ, സോ വെൻ വി ക്ലിയർ ഫോറസ്റ്റ്, നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വെൻ വി ക്ലിയർ ഫോറസ്റ്റ് ലീഡ് ടു ഡീഫോറസ്റ്റേഷൻ, കാടുകളൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കോസിസ്റ്റം ഒക്കെ ഡിസ്ട്രോയിഡ് ആവാണ്. ഓക്കെ, ഇറ്റ് കോസസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ എക്കോസിസ്റ്റം ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ബയോഡൈവേഴ്സിറ്റി. ഒരു എക്കോസിസ്റ്റമിൽ ഡൈവേഴ്സ് ഓർഗാനിസംസ് ഉണ്ടാവും. ലൈക്ക് ഒരു കാട്ടിൽ എന്തൊക്കെ തരം ഓർഗാനിസംസ്, സ്മോൾ ഓർഗാനിസംസ് തൊട്ട് ചെടികളും മരങ്ങളും അതേപോലെ ചെറിയ പുഴുക്കളും കാറ്റർപില്ലേഴ്സും എന്ന് വേണ്ട എത്രയോ ചെറിയ ചെറിയ ഓർഗാനിസംസ് തൊട്ട് വലിയ ഓർഗാനിസംസ് ഉണ്ടാവും. അങ്ങനെ ഇറ്റ് ഈസ് റിച്ച് വിത്ത് organisms, and this makes the ecosystem complete, and this this is what we call biodiversity. There are diverse organisms, and when a forest is cleared, which causes deforestation, it destroys ecosystem, അതേപോലെ it destroys the biodiversity. അപ്പോൾ ഇതൊക്കെ ഡിസ്റപ്റ്റഡ് ആവുന്നു എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വങ്കാരി മാതായി she started thinking of the Green Belt movement. അതൊരു കാരണം, ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡിസ്ട്രക്ഷൻ. വേറെയും പല കാരണങ്ങളുണ്ട്. ദാറ്റ് ഈസ് റൂറൽ കെനിയാണ്. റൂറൽ കെനിയ ആയതുകൊണ്ട് തന്നെ they live near to the forest. Okay, that is, there's no difference. Man and nature live in close association. ഫോറസ്റ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഫോറസ്റ്റിൽ നിന്ന് തന്നെയാണ് they satisfy their basic needs. For example, അവരുടെ എന്താ പറയുക, ഫുഡ്, വാട്ടർ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഷെൽട്ടർ, നമുക്കൊരു വീട് വേണം, വീട് വെക്കാനുള്ള
വലിയ ട്രീസൊക്കെ നമുക്ക് ട്രീസിൽ നിന്ന് മരം വെട്ടി നമ്മൾ തടികളാക്കി വീട് പണിയാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ട്രീസിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫയർവുഡ്, ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ ഫോറസ്റ്റിൽ നിന്നാണ്. അങ്ങനെ പ്യുവർ വാട്ടർ, അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഫുഡ്, ഷെൽട്ടർ, ഫയർവുഡ്, ഇതൊക്കെ അതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ദാറ്റ് ഈസ് ദർ കെയിം ദ സ്കേർസിറ്റി ഓഫ് റിസോഴ്സസ് കുറഞ്ഞു തുടങ്ങി. അതെങ്ങനെ കുറഞ്ഞു തുടങ്ങിയത്? അതായത് ഡീഫോറസ്റ്റേഷൻ വന്നപ്പോൾ, ഡ്യൂ ടു ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ, the basic facilities of the families who were staying near the forest was disrupted. അവർക്ക് തടസ്സം വന്നു തുടങ്ങി. ആ തടസ്സം വന്ന് തുടങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്. ഡീഫോറസ്റ്റേഷൻ കൂടാതെ വേറൊരു കാരണം കൂടിയുണ്ട്. അതായത് കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. ഇത്രയും നാൾ ഫുഡ് ക്രോപ്സ് ആയിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് the cultivation of food crops was replaced by കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. ഫുഡ് ക്രോപ്സ് നിങ്ങൾക്കറിയാലോ, അതായത് ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ്, വീറ്റ്, കോൺ, ചോളം, അങ്ങനത്തെയൊക്കെയാണ്. ടു ഗിവ് യു എ ഫ്യൂ എക്സാമ്പിൾസ്. അതല്ലാത്തത് ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ എന്താണ്, ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ദാറ്റ് ഈസ് റബ്ബർ, ടീ പ്ലാന്റേഷൻസ്, അങ്ങനത്തെയൊക്കെയാണ് ക്യാഷ് ക്രോപ്സ്. So the introduction of commercial plantations also is one reason for not getting the basic needs, okay, for running the families. ഒരു ഫാമിലി റൺ ചെയ്യാൻ, മുന്നോട്ട് പോകാൻ ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈഡ് ആവാതെ ഇരിക്കാനുള്ള കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഒന്ന് കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് where food crops was stopped being cultivated, and then വേറൊരു കാരണമാണ് ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് വങ്കാറി മാത്തായി പോലുള്ള ലേഡീസ്, they started thinking of finding a solution to these problems. That is, their basic needs were not being satisfied. ഈ കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്, ദാറ്റ് ഈസ് ദ ഫാമേഴ്സ് who were in the rural Kenya, they were not getting enough profit. നേരെ മറിച്ച് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇക്കണോമിക് അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ, മിഡിൽ മെൻ, അവർക്കൊക്കെയാണ് ലാഭം കിട്ടുന്നത്. അല്ലാതെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഹു വെർ ആക്ച്വലി ടേക്കിംഗ് ദ എഫേർട്ട്, ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൃഷി ഇറക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ലാഭം കിട്ടാതായി. ഓക്കെ, അതാണ് ഈ കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസിൻ്റെ പ്രത്യേകത. മിഡിൽ മെൻ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദേ ഗെയിൻ ദ പ്രോഫിറ്റ്, ആൻഡ് ഫോർ ദം ഇറ്റ് ഈസ് ദേ ക്യാൻ ക്രിയേറ്റ് ഗുഡ് ബിസിനസ്. ഫോർ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പ്രോഫിറ്റബിൾ. ഇൻഫാക്ട് ഇറ്റ് ലീഡ്സ് ടു പോവേർട്ടി. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഫാമേഴ്സ് സൂയിസൈഡിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാം. ഇതാണ് കാരണം. ബിക്കോസ് ഇൻ്റർനാഷണൽ ട്രേഡ് and there are such other economic arrangements where small scale farmers does not get the profit. അതേപോലെ സോയിലിൻ്റെ സോയിൽ കണ്ടാമിനേഷൻ വന്നു തുടങ്ങി. ദ കപ്പാസിറ്റി ഫോർ സോയിൽ ടു ഹോൾഡ് വാട്ടർ അബ്സോർപ്ഷൻ, ഇതൊക്കെ കുറഞ്ഞു തുടങ്ങി. ബിക്കോസ് ഓൺലി ട്രീസ് ക്യാൻ ഹോൾഡ് മോർ ആൻഡ് മോർ ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത, പ്യുവർ വാട്ടർ ബിക്കെയിം സ്കേഴ്സ്. Similarly, other resources also became scarce. അങ്ങനെയാണ് നമ്മുടെ വങ്കാരി മാത്തായി സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇനീഷ്യലി തുടങ്ങിയത് ആസ് ട്രീ പ്ലാന്റിങ്. നമ്മൾ ചെയ്യാറുണ്ടല്ലേ ട്രീ പ്ലാന്റിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളുടെ നാട്ടിലെ ഗ്രീനറി കൂട്ടാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യം പ്ലാന്റിങ് ഓഫ് ട്രീസ്, അതേപോലെ പ്ലാന്റിങ് ഓഫ് സ്മോൾ പ്ലാന്റ്സ് ആണ്. നമുക്ക് തുടക്കം അതാണ്. ബിക്കോസ് tree planting is easier, it guarantees quick results. Okay, അപ്പോൾ അങ്ങനെയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ട്രീ പ്ലാന്റിങ്. ലേറ്റർ ഓൺ വങ്കാരി മാത്തായി സ്റ്റാർട്ടഡ് ഫീലിംഗ് ദാറ്റ് ബിക്കോസ് ദ റിസോഴ്സസ് വെർ സ്കേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ റിസോഴ്സസ്, അതായത് വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ഫൈബർ, ബിക്കോസ് ദീസ് റിസോഴ്സസ് വെർ സ്കേഴ്സ്, എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അതായത് പോവേർട്ടി, ദാരിദ്ര്യം വന്നു തുടങ്ങിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കൂടുമെന്നാണ് പറയുന്നത്. സ്പെഷ്യലി ഇൻ ആഫ്രിക്ക ദർ വർ സ്മോൾ ട്രൈബ്സ്, ദർ വർ സ്മോൾ എത്തനിക് ഗ്രൂപ്പ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്തനിക് ഗ്രൂപ്പ്സ് എന്ന് പറയും. ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡഡ് ആണ്. ഒരു ഗ്രൂപ്പ്സിന് ഒരു പേരുകളുണ്ട്.
ആ ഗ്രൂപ്പ്സ് തമ്മിൽ വഴക്ക് വന്നു തുടങ്ങി. ഓക്കെ, ദർ കെയിം ഡിസ്പ്യൂട്ട്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് എമംഗ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ട്രൈബ്സ്. പല ട്രൈബ്സ് തമ്മിലുള്ള ആൾക്കാരായിട്ട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് അതിനും ഇനീഷ്യേറ്റീവ് എടുത്തു ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ട്രൈബ്സ്. അതിനും ദേ സെലക്ടഡ് ട്രീ ആസ് എ സിമ്പിൾ ഫോർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, to resolve conflicts, to solve conflicts. Tree as a symbol for democratic struggle. അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ അതേപോലെ ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിൽ, ഇനീഷ്യേറ്റീവിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അവയർനെസ് കൊടുത്തു തുടങ്ങി. അതായത് ഡെമോക്രസിയുടെ ഇമ്പോർട്ടൻസ്, അതായത് ഡെമോക്രസി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈക്വാലിറ്റി ഫോർ ഓൾ, ഈക്വൽ റിസോഴ്സസ് ഫോർ ഓൾ, എല്ലാവരുടെയും ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈഡ് ആവുക എന്നാണ് ഇവിടെ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പീസ്, സമാധാനം കൊണ്ടുവരിക, അതേപോലെ നമ്മളെ സൊസൈറ്റിയിൽ സമാധാനം കൊണ്ടുവരിക. അതേപോലെ തന്നെ എന്താണ് മിസ്യൂസ് ഓഫ് പവർ, വലിയ വലിയ ആളുകളുടെ, അതായത് ഡിവിഷൻ എമംഗ് പീപ്പിൾ, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പവർലെസ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ, ഡിവിഷൻ കുറച്ച് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ മറ്റ് ഇനീഷ്യേറ്റീവ്സ്. അതേപോലെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണ് വി ബിൽഡ് ഡാംസ്, എയർപോർട്ട്സ്, ബിൽഡിങ്സ്, വി ക്ലിയർ ദ ഫോറസ്റ്റ് ഒക്കെ. പക്ഷേ ഡെവലപ്മെൻറ്റ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് എഫക്ട് ദി നാച്ചുറൽ വേൾഡ്, ആ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, അതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡെവലപ്മെൻറ്റ് വിച്ച് ഇസ് ഇക്വിറ്റബിൾ ആൻഡ് വിച്ച് ഇസ് സസ്റ്റൈനബിൾ. അതായത് ഡെവലപ്മെൻറ്റ് ഉണ്ട്, എല്ലായ്പ്പോഴും കാട്ടിലല്ല താമസിക്കുന്നത്. ഡെവലപ്മെൻറ്റും മറ്റ് ഹെൽത്ത് കെയറും ഹോസ്പിറ്റലും മറ്റ് ഡെവലപ്മെൻറ്റ് പേരിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബട്ട് ദ ഡെവലപ്മെൻറ്റ് ഇസ് സസ്റ്റൈനബിൾ. ദാറ്റ് ഈസ് you keep the future in mind. You don't use up all the resources. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടും റിസോഴ്സ് കുറച്ച് ബാക്കി വെക്കണം എന്നുള്ള ഓർമ്മയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഡെമോക്രസി, പീസ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, വിമൻസ് റൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ചെയ്ത ആക്ടിവിറ്റീസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ വങ്കാരി മാതായി വാസ് awarded the Nobel Prize, especially for her contributions in regard of Green Belt movement. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് വങ്കാരി മാതായി പറയുന്നത്, നെക്സ്റ്റ് തിങ് വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ്, വിച്ച് യു ഹാവ് ടു കീപ്പ് ഇറ്റ് അറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ് ഇസ് ദാറ്റ് വി ഹാവ് ടു ബ്രിങ് എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ്. നമ്മുടെ ചിന്ത രീതിയിലൊരു വ്യത്യാസം വരുത്തണം. എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ്, ദാറ്റ് ഈസ് മാൻ ഫീൽ ദറ്റ് മാൻ ഇസ് സുപ്രീം. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? മാൻ ഫീൽ ദറ്റ് മാൻ is exceptional, supreme among all the other organisms. മറ്റെല്ലാ സ്പീഷീസും ഓർഗാനിസംസും വെച്ച് നോക്കുമ്പോൾ man is supreme, man is exceptional, because man is intelligent, man is brilliant എന്നൊക്കെ മാൻ വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് മാൻ വേറെ നേച്ചർ വേറെ എന്നൊക്കെയുള്ളൊരു ഡിവിഷൻ വന്നത് തന്നെ. സോ there's no difference between man and nature. Man and nature must coexist. Only then our environment will get protected. The man and nature is part of one family. Man and the earth is part of one family എന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് സഹിക്കില്ലല്ലേ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വന്നാലും കുഴപ്പമില്ല, അങ്ങനെയല്ലേ ബേസിക്കലി നമ്മൾ വിചാരിക്കുക. നമ്മൾ ബേസിക്കലി എല്ലാവരും സെൽഫിഷ് തന്നെയാണ്. അപ്പോൾ വെൻ വി ഫീൽ ദാറ്റ് നേച്ചർ and all the natural organisms is part of our family, we will not destroy it. നമ്മളങ്ങനെ കാട് അതേപോലെ മറ്റ് എന്താ നാച്ചുറൽ വേൾഡ് ഡിസ്ട്രോയ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. ഓക്കെ, ബിക്കോസ് വി ഫീൽ ഇറ്റ് ഇസ് പാർട്ട് ഓഫ് എ ഫാമിലി, ഇറ്റ് ഇസ് എ ഫാമിലി മെമ്പർ. അങ്ങനെ വേണം നമ്മൾ കാണാൻ. അപ്പോൾ there must be a shift in our thinking. ഓക്കെ, അതേപോലെ നമ്മളുടെ ഷിഫ്റ്റ് ഇൻ എ തിങ്കിങ്, ഷിഫ്റ്റ് ഇൻ എ കോൺഷ്യസ്നെസ്. അതേപോലെ ഇതിൽ പറയുന്നുണ്ട് ന്യൂ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അതേപോലെ ഹയർ മോറൽ ഗ്രൗണ്ട്. എല്ലാ ഓർഗാനിസംസിനും ദേ ഹാവ് എ റൈറ്റ് ടു ലൈവ്ലിഹുഡ് ജസ്റ്റ് ലൈക്ക് അസ്. നമ്മൾ കാട് വെട്ടിത്തെളിക്കുമ്പോഴും മറ്റ് എക്കോസിസ്റ്റവും ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അവിടുത്തെ ഓർഗാനിസംസാണ് ഡിസ്ട്രോയിഡ് ആവുന്നത്, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയാണ് ഡിസ്ട്രോയിഡ് ആവുന്നത്. അപ്പോൾ
we must always think that we have to bring a new consciousness where we feel that we belong to the earth. നമ്മൾ ഏർത്തിൻ്റെ ഭാഗമാണ്. നോട്ട് എർത്ത് ബിലോങ്സ് ടു us. എർത്ത് ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൾ ദ റിസോഴ്സ് ഓഫ് ദ എർത്ത് ബിലോങ്സ് ടു മാൻ. സോ നമുക്കത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. വി മസ്റ്റ് ബ്രിങ് എ ന്യൂ ഷിഫ്റ്റ് ഇൻ ആർ തിങ്കിങ്. വി മസ്റ്റ് ബ്രിങ് എ ന്യൂ കോൺഷ്യസ്നെസ്. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ വങ്കാരി മാതായി പറഞ്ഞു നിർത്തുന്നത് ഷീ തിങ്സ് അബൌട്ട് എ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ഷി വാസ് ലിവിങ് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് നേച്ചർ വെൻ ഷി വാസ് എ ചൈൽഡ്. വലുതായി തുടങ്ങിയപ്പോഴാണ് ഈ കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസും അതേപോലെ ഡീഫോറസ്റ്റേഷനും എൻവയറമെൻറ്റ് ഡീഗ്രഡേഷനും എൻവയറമെൻറ്റ് ഡാമേജൊക്കെ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സെൻസ് ചെയ്ത് തുടങ്ങിയത്. Okay, so when she was a child, she used to go with her mother to collect water from the streams, and the stream was pure. The water in the stream was so pure that she could drink directly from the stream. But now the same stream is not there. അവിടെ ഇല്ല. Okay, it has dried up. Stream ഇല്ല. Nowadays, women have to walk long distances to get some pure water for their kitchen. അപ്പോൾ ഇതിൽ ഷി വാസ് ലിവിങ് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് നേച്ചർ. അതേപോലെ ഇതിൽ പറയുന്നുണ്ട് she used to play with the frogs eggs, and the ഫ്രോഗിൻ്റെ എഗ്സ് വിത്ത് എഗ്സ് കുറച്ച് കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് എഗ്സ് അല്ലാതെ ചെറിയ ചെറിയ കാറ്റർപില്ലേഴ്സായി മാറും. ചെറിയ ഫ്രോഗ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഷീ വാസ് ലിവിങ് ഇൻ ഷീ ആൻഡ് അതർ പീപ്പിൾ അറൗണ്ട് ഹർ വെയർ ലിവിങ് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് നേച്ചർ, ആൻഡ് ദേ യൂസ് ടു എൻജോയ് ദ നാച്ചുറൽ വേൾഡ്. They used to coexist with the natural world. Now man is different, nature is different. Both are like, it's like two separate worlds. Especially we must bring ourselves to a point where we live in close association with nature, and we coexist with nature. Our natural world, adinte bhangi, we must restore ennaanu parayunnathu. We must restore the natural world for our children and for our future generation എന്ന് പറഞ്ഞുകൊണ്ടാണ് വങ്കാരി മാതായി is concluding this speech. Okay.